ഹായ് ഫ്രണ്ട്സ്, ഡ്രീം റെഡ് 360യുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോട്ടിൻ്റെ പെയിൻറ്റിംഗ് ആണ്. നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിൽ കണ്ടു കാണും ബോട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വാഷ് ചെയ്യുന്നതും അതേപോലെ ബോട്ടിനകത്ത് റഡാർ ഉണ്ടാക്കുന്നതും ഒക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ബോട്ട് ലൈഫ് യാത്രയുടെ ഒരുക്കമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു പക്ഷേ സംശയം തോന്നിയേക്കാം. ഞങ്ങൾ എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലൂടെ കൊല്ലം വരെ ഉൾനാടൻ ജലപാതയിലൂടെ ഒരു ബോട്ട് ലൈഫ് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ബോട്ടിൽ തന്നെ ആയിരിക്കും ഇനി കുറച്ച് ദിവസങ്ങൾ. ഊണും ഉറക്കവും ഫിഷിങ്ങും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഒരു എൻ്റർടൈൻമെൻറ്റ് യാത്രയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു അഡ്വഞ്ചറസ് യാത്ര കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം ചേരുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടിൻ്റെ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ബോട്ടിൻ്റെ അടുത്തേക്ക് നേരെ പോകാം, പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബോട്ടിനെ അങ്ങോട്ട് പോയാലോ.
ആത്മാർത്ഥത കൂടി അതുപോലെ അരി വെച്ചിരിക്കണ നിന്നവനെ ഭയങ്കര. This is the future. അപ്പോൾ നമ്മുടെ സർഫേസർ അടിച്ചിട്ടിരിക്കുകയാണ്. ഇത് SD-യുടെ സർഫേസറാണ്. ഈ സർഫേസർ അടിച്ച ശേഷം ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ വാട്ടർ കട്ടിങ് ചെയ്യും. അതായത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 320-ൻ്റെ പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് വാട്ടർ കട്ടിങ് ചെയ്ത ശേഷം ആണ് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. പെയിൻറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 4 മണിക്കൂർ കഴിയണം. അപ്പോൾ നമുക്ക് എന്തായാലും 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. Evolution. This is the future. എന്ത് ചെയ്യുന്നു? പെയിന്റിംഗ് ആണ്. ആഹാ, ആർട്ടിസ്റ്റ് ആണല്ലേ? ക്ലേ മോഡലിംഗ് കഴിഞ്ഞ് വരികയായിരിക്കും. അയ്യ അതല്ല, ഇത് ഈ 10 കെട്ടിടത്തിലൊക്കെ പാടം കെട്ടി തൂങ്ങി അടിക്കുന്ന പെയിന്റിംഗ് ഇല്ലേ, 750 രൂപ തച്ച് ആ പെയിന്റിംഗ്. പെയിന്റിംഗാ? ആ എന്തായിട്ടൊരു അയ്യേ ചേട്ടാ, നിങ്ങൾ വിചാരിക്കണല്ലോ പെയിന്റ് പണി അത്ര മോശം പണിയൊന്നുമല്ല. പെയിന്റ് പണി, കൽപ്പണി, മരപ്പണി തുടങ്ങിയ എല്ലാ തച്ചു പണികളാണ് ലോകത്തിലെ ഏറ്റവും നല്ല രസമുള്ള പണികൾ. അതായത് ഞങ്ങൾക്ക് അങ്ങനെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പോകുന്നു വേണ്ട, ആവശ്യത്തിന് കിടന്നുറങ്ങി കുളിച്ച് കുട്ടപ്പനായി 8:30-9 മണിയൊക്കെ ആകുമ്പോൾ സൈറ്റിലെത്തിയാൽ മതി. പിന്നെ പതൊക്കെ ഡ്രസ്സൊക്കെ മാറി വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് പെയിന്റ് പാട്ടെടുത്ത് 2 ഒച്ചയൊക്കെ ഉണ്ടാക്കി 2 ഇളക്കൊക്കെ ഇളക്കി ഒരു വീശ് ഇങ്ങോട്ടും ഒരു വീശ് അങ്ങോട്ടും വീശുമ്പോഴേക്കും ചായ കുടിക്കുന്ന ടൈം 10 മണി. പിന്നെ എല്ലാവരും കൂടി മിണ്ടിയും പറഞ്ഞ ചായ കുടിക്കാനുള്ള ഒരു പോക്കുണ്ട്. അവിടെ നല്ല സ്ട്രോങ് ചൂടൻ ചായയും നല്ല മുരിഞ്ഞ സവാളോടെ കഴിച്ച് തിരിച്ചു വന്ന് 4 കോള് ഫോണിലും സംസാരിച്ച് ഒരു കുതിര എടുത്തു വെച്ച് അതിന്റെ മുകളിൽ കയറി 2 വീശ് ഇങ്ങോട്ടും 2 വീശ് അങ്ങോട്ടും വീശുമ്പോഴേക്കും ചോറിനൊരു ടൈമായി 1 മണി. പിന്നെ എല്ലാവരും കൂടി ഇതുപോലെ വട്ടം വളഞ്ഞൊരു ഇരിപ്പാണ്. പല അടുക്കള ഉണ്ടാക്കിയ പല കറികൾ കൈയിട്ട് വാരി എല്ലാവർക്കും തിന്നാം. ഇവിടെയാണ് യഥാർത്ഥ സോഷ്യലിസം.
അങ്ങനെ നമ്മുടെ ബോട്ടിന്റെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുവാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ചേട്ടൻ വന്ന് നമുക്ക് പെയിന്റ് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ സ്വയം ചെയ്യാൻ വേണ്ടിയാണ് ഇരുന്നിരുന്നത്. എന്നാൽ ഒരുപക്ഷെ ഞങ്ങൾ അതിനകത്ത് അത്ര എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത്ര വൃത്തി ഉണ്ടാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ആ ചേട്ടനെ വിളിച്ചത്. അപ്പോൾ ആ ചേട്ടൻ വന്ന് ആ ചേട്ടൻ്റെ പണികളെല്ലാം തീർത്ത് ഇപ്പോൾ പോയി. ആ ചേട്ടനെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആ ചേട്ടൻ കുമ്പളങ്ങിയിൽ ഉള്ള ഒരു ചേട്ടനാണ്. എന്തായാലും വീഡിയോയ്ക്കകത്ത് ഒരു ലാസ്റ്റ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീഡിയോ ഉൾപ്പെടുത്തണമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ആ ചേട്ടൻ മറ്റെന്തൊക്കെയോ തിരക്കുകളുണ്ടായതുകൊണ്ട് വർക്ക് കഴിഞ്ഞ ഉടനെ ആ ചേട്ടൻ പോവുകയുണ്ടായി. അതുകൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. എന്നാൽ ആ ചേട്ടനോടൊരു താങ്ക്സ് പറയുവാണ്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ യാത്ര ഉടനെ ആരംഭിക്കുന്നതാണ്. എന്തായാലും സ്റ്റേ ട്യൂൺ ഡ്രീം റോഡ് 360.